മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമുക്ക് മനോഹരമായ ഒരു സംഭവം കാണാൻ കഴിയും. നമുക്കതൊന്ന് നോക്കാം. അത് മർക്കോസിൻ്റെ സുവിശേഷം 9 അവൻ തന്നെ വിശ്വസിച്ചെങ്കിലേ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു കാര്യം സംഭവിക്കുള്ളൂ. നിങ്ങൾ അവന് വേണ്ടി വിശ്വസിച്ചാൽ എന്ത് സംഭവിക്കും? അത് സംഭവിക്കുമോ? നിശ്ചയമായിട്ടും. മർക്കോസിൻ്റെ സുവിശേഷം 9 നാം ഒരു പിതാവിനെ പറ്റി വായിക്കുന്നു. അവനൊരു ഭൂതബാധിതനായ മകനുണ്ടായിരുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 9 നാം അത് വായിക്കുന്നത്. ആ മറുരൂപ മലയിൽ നിന്ന് യേശു മടങ്ങി വന്നപ്പം ഈ മനുഷ്യൻ യേശുവിനോട് പറയാണ്, 17 വാക്യത്തിലാണത്, ഊമനായ ആത്മാവുള്ള എൻ്റെ മകനെ ഞാൻ നിൻ്റെ അടുക്ക കൊണ്ടുവന്നു. 18 വാക്യത്തിൽ പറയുന്ന ഈ കാര്യം ശ്രദ്ധിക്കുക. ഞാൻ നിൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവർക്ക് കഴിഞ്ഞില്ല. ഞാൻ എൻ്റെ മകനെ നിൻ്റെ ശിഷ്യന്മാരുടെ അടുക്ക കൊണ്ടുവന്നു. അവർ പറഞ്ഞു അവർക്ക് കഴിയില്ല. ഭൂതങ്ങളെ പുറത്താക്കാനുള്ള അധികാരം ദൈവം അവർക്ക് കൊടുത്തിരുന്നു. എങ്കിലും അവർ വിശ്വസിച്ചില്ല. 19 വാക്യത്തിൽ യേശു ചോദിക്കുകയാണ്, അവിശ്വാസമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും? അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്, സുവിശേഷ ഭാഗങ്ങളിൽ 7 പ്രാവശ്യം യേശു ശിഷ്യന്മാരുടെ അവിശ്വാസത്തെ ശാസിക്കുന്നതായിട്ട് ഞാൻ വായിക്കുന്നു. അവിശ്വാസത്തിന് അവരെ ശാസിച്ചതുപോലെ യേശു മറ്റൊരു കാര്യത്തിന് അവരെ ശാസിക്കുന്നില്ല. വലിയവരാകാനായിട്ട് അവർ ആഗ്രഹിച്ചപ്പോൾ പോലും അവൻ സൗമ്യതയോടെയാണ് പറഞ്ഞത്, അതിന് ശ്രമിക്കാതെ ലോകത്തിലുള്ള ആളുകളുടെ കാര്യമാണ്. എന്നാൽ അവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ അവൻ വളരെ ശക്തമായിട്ടാണ് അവിശ്വാസമുള്ള തലമുറ എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുമെന്ന് ചോദിക്കുന്നത്. നികളത്തെക്കാളധികം യേശു ശാസിക്കുന്നത് നമ്മുടെ അവിശ്വാസത്തെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നമ്മൾ വായിക്കുന്നുണ്ട്, തൻ്റെ ആ അന്ത്യ അത്താഴത്തിൽ യേശുവിനോടൊപ്പം ആ മേശക്കരികിലിരുന്ന് തങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് വലിയവരെന്ന് അവർ തമ്മിൽ തർക്കിച്ചു. യേശു പറഞ്ഞു, അങ്ങനെ ചിന്തിക്കുന്ന ജാതികളാണ്, എന്നാൽ നിങ്ങളെല്ലാവരും ദാസന്മാരായിരുന്നു. യേശു പറഞ്ഞത് വളരെ സൗമ്യതയോടുകൂടിയാണ്. അവർ മഹത്വം ആഗ്രഹിച്ചപ്പം, അവർ സ്ഥാനം ആഗ്രഹിച്ചപ്പം. എന്നാൽ അവിശ്വാസത്തിൻ്റെ കാര്യം വരുമ്പം അവൻ ശാസിച്ചത് ഒരിക്കലും സൗമ്യതയോടെ ആയിരുന്നില്ല. ശക്തമായ ഭാഷയിലാണ് അവരെ ശാസിച്ചത്. എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടിയിരിക്കും? ഇത് കാണിക്കുന്നത് എന്താ? അവിശ്വാസമെന്ന് പറയുന്നത് അപകടകരമായ ഒരു കാര്യമാണ്. അത് കർത്താവ് വെറുക്കുന്നു എന്നാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കാൻ 2-3 പ്രധാനപ്പെട്ട പാവങ്ങളുടെ ഒരു ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞാൽ അവിശ്വാസത്തെ ആ കൂട്ടത്തിൽ നിങ്ങൾ കൂട്ടുമോ? നമ്മൾ കൊലപാതകവും വ്യഭിചാരവും മോഷണവും ഒക്കെ ആ കൂട്ടത്തിൽ പറയത്തുള്ളൂ. യേശു ഒന്നാമത് പറയുന്നത് അവിശ്വാസവും കപടഭക്തിയും ഒക്കെ ആയിരിക്കും. അവിശ്വാസവും കപടഭക്തിയും ഒരു പ്രധാനപ്പെട്ട പാവമായിട്ട് നമ്മൾ ഒരിക്കലും കരുതത്തില്ല. എന്നാൽ അവിശ്വാസമാണ് ഏറ്റവും വലിയ പാവം. ഇവിടെ വായിക്കുന്നു, അവരവനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് പറഞ്ഞു. ശ്രദ്ധിക്കുക, മനോഹരമായൊരു വാക്യം ഇവിടെ പറയുന്നുണ്ട്. 22 വാക്യം, ഇതവനെ നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ടിട്ടുണ്ട്. 22 വാക്യത്തിൽ പറയുന്ന ഈ കാര്യം ശ്രദ്ധിക്കുക, നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ. യേശുവിൻ്റെ മറുപടി എന്തായിരുന്നു? 23 വാക്യം, നിന്നാൽ കഴിയുമെങ്കിലെന്നോ. നിങ്ങൾ ശ്രദ്ധിച്ചോ? എത്ര മനോഹരമാണ്. ആ മനുഷ്യൻ നിനക്ക് കഴിയുമെങ്കിലെന്ന് പറഞ്ഞപ്പം യേശു അവനോട് ചോദിക്കുന്നു, എനിക്ക് കഴിയുമെങ്കിലെന്നോ. ഞാൻ വിചാരിക്കുന്നു മിക്കപ്പോഴും നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെയാണ്. നിങ്ങൾ കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് പറയുന്നു, കർത്താവേ നിനക്ക് കഴിയുമെങ്കിൽ, എൻ്റെ വീട്ടിൽ ഞാൻ അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് നിനക്ക് കഴിയുമെങ്കിൽ, എൻ്റെ മകൻ്റെ ഈ കാര്യത്തിൽ, അല്ലെങ്കിൽ എൻ്റെ മകളുടെ ഈ കാര്യത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ചില കുഞ്ഞുങ്ങൾ കർത്താവിൽ നിന്ന് ദൂരെ പോയിരിക്കുകയായിരിക്കാം. ഈ പിതാവിനെ പോലെ നിങ്ങളുടെ ആ ആൺകുട്ടിയുമായിട്ടോ പെൺകുട്ടിയുമായിട്ടോ നിങ്ങൾ ആ കർത്താവിൻ്റെ അടുക്കൽ ചെല്ലുന്നു. നിങ്ങൾ പറയുന്നു, കർത്താവേ എൻ്റെ ഈ മകൻ വളരെ മോശപ്പെട്ട അവസ്ഥയിലാണ്, തീയിലോ വെള്ളത്തിലോ വീഴുന്നതിനേക്കാൾ ഭയാനകമായ അവസ്ഥ. നിനക്ക് കഴിയുമെങ്കിൽ എൻ്റെ ഈ മകൻ്റെയോ മകളുടെയോ അവസ്ഥയിൽ ഒരു അത്ഭുതം ചെയ്യണേ. അങ്ങനെ ചിലപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കാറില്ലേ? അപ്പോൾ കർത്താവ് പറയുന്നത് എനിക്ക് കഴിയുമെങ്കിലെന്നോ. കർത്താവ് പറയുന്നത് നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ. വിശ്വസിക്കുന്നവന് സകലവും കഴിയും എന്ന് യേശു പറഞ്ഞു. ഇത് അത്ഭുതകരമല്ലേ? യേശുവാണ് ഇങ്ങനെ പറഞ്ഞെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? പൗലോസാണിത് പറഞ്ഞിരുന്നെങ്കിൽ അതൊരു അതിശയോക്തിയായിട്ട് നിങ്ങൾ പറഞ്ഞേക്കാം. യേശുവാണിത് പറയുന്നത്. എത്ര അത്ഭുതകരം! നിങ്ങൾ ഇതറിയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. 2 കൂട്ടർക്ക് ഒന്നും അസാധ്യമല്ല. മർക്കോസിൻ്റെ സുവിശേഷം 10 അധ്യായത്തിലേക്ക് നമുക്ക് പോകാം. 27 വാക്യം. മർക്കോസ് 10:27.
അതിൻ്റെ അവസാന ഭാഗം. പിന്നെയും യേശു പറയുകയാണ്, ദൈവത്തിന് സകലവും സാധ്യമല്ലോ. നിങ്ങളത് കണ്ടോ? നിങ്ങളത് വിശ്വസിക്കുന്നോ? ദൈവത്തിന് സകലവും സാധ്യമല്ലോ. നാം ആദ്യം വിശ്വസിക്കേണ്ട കാര്യം അതാണ്. ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. 27-ാം വാക്യം, മനുഷ്യന് ചില കാര്യങ്ങൾ അസാധ്യമായിരിക്കാം, ദൈവത്തിനല്ല. ദൈവത്തിന് സകലവും സാധ്യമല്ലോ. ഇപ്പം നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ആ ഏറ്റവും പ്രയാസമുള്ള സാഹചര്യം എന്തു ചെയ്യണമെന്ന് നിങ്ങൾക്കറിയില്ല. ദൈവത്തിനത് സാധ്യമാണെന്ന് നീ വിശ്വസിക്കുന്നു. അതാണ് ഒന്നാമത്തെ ചുവട്. രണ്ടാമത്തെ ചുവട് മർക്കോസ് 9:23 വാക്യം. ഇത് നിങ്ങളുടെ കാര്യമാണ്. വിശ്വസിക്കുന്നവന് സകലവും കഴിയും. ഇവിടെ കർത്താവിൻ്റെ കാര്യമല്ല പറയുന്നത്. സകലതും കഴിയുന്ന രണ്ടുപേരുണ്ട്. ഒന്ന് ദൈവമാണ്, അടുത്തത് വിശ്വസിക്കുന്നവനുമാണ്. കർത്താവെ, ഈ സാഹചര്യത്തിൽ ഇത് പരിഹരിക്കാനായിട്ട് നിനക്ക് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിലുള്ള വളരെ മോശപ്പെട്ട ഒരു സ്വഭാവമായിരിക്കാം. അതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് നിങ്ങൾ വളരെയധികം പരിശ്രമിക്കുന്നു. അതേക്കുറിച്ച് നിങ്ങൾ ലജ്ജിക്കുന്നു. മറ്റാരും അതറിയരുതെന്ന് നീ ആഗ്രഹിക്കുന്നു. നിനക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു രഹസ്യപാപം, അതിന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതിൽ നിന്ന് നിങ്ങളെ വിടുവിക്കാൻ ദൈവത്തിന് കഴിയുമോ? കഴിയും. നീ അത് വിശ്വസിക്കുന്നു? കർത്താവെ, നീ എന്നെ വിടുവിക്കും, ആമീൻ എന്ന് പറയുമോ? എനിക്ക് കഴിയാവുന്നതിനും ഇത് നീ എന്നെ പരീക്ഷിക്കില്ലെന്ന് ഞാൻ അറിയുന്നു. ഞാനതിന് ആമേൻ എന്ന് പറയുന്നു. പാപം എൻ്റെ മേൽ കർത്തൃത്വം നടത്തത്തില്ല, ആമീൻ എന്ന് ഞാൻ പറയുന്നു. യേശു നടന്നതുപോലെ നടക്കാൻ നീ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു. ഞാൻ പറയുന്നു ആമേൻ. വിശ്വാസത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അത് തുടങ്ങുന്നത് നിങ്ങളുടെ തീരുമാനത്തിൽ നിന്നല്ല. പലപ്പോഴും നിങ്ങൾ ചിന്തിക്കും, ഞാനൊരു സന്ദേശം കേട്ടു, യേശു നടന്ന പോലെ നടക്കുമെന്ന് ഞാൻ തീരുമാനിക്കുന്നു. ഞാൻ പറയട്ടെ, നീ പരാജയപ്പെടും. 24 മണിക്കൂറിന് മുമ്പ് നിങ്ങൾ തോറ്റുപോകും. നിങ്ങളുടെ തീരുമാനം കൊണ്ട് തുടങ്ങരുത്. കർത്താവിനോട് പറയാം, നീ അത് എൻ്റെ ജീവിതത്തിൽ ചെയ്യും. ഇങ്ങനല്ലത്, ഞാനത് ചെയ്യും. നീ ഇങ്ങനെ ചെയ്യണം എന്നൊരു കൽപ്പനയല്ലത്. നീ വിശ്വസിക്കുന്നു എനിക്കത് ചെയ്യാൻ കഴിയുമെന്ന്. നീ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന നിലവാരമുണ്ട്. ദൈവം അതിന് നിങ്ങളെ സഹായിക്കുന്നു, വിശ്വസിക്കുന്നു.